parallax method. It's one of the mathematical method which is used to measure the largest distance. വളരെ ലാർജ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലാനറ്റ്സ്, രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സോ യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ അത്തരത്തെ കേസസിൽ നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാനാണ്, ഇൻഡയറക്റ്റ് ടെക്നിക്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് അത്തരം കേസസിൽ. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സം ഓഫ് ദ ജോമെട്രിക്കൽ മെത്തേഡ്സ്, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസസ് പാരലാക്സ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ്. ഇനി എങ്ങനെയാണ് പാരലാക്സ് മെത്തേഡ് യൂസ് ചെയ്ത് രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? For that purpose, we have considered a planet which is represented as S in this figure. അപ്പോൾ പാരലാക്സ് മെത്തേഡ് വഴി നമുക്ക് രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിനുവേണ്ടി നമ്മളൊരു പ്ലാനറ്റിനെ കൺസിഡർ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എസ്. ഈ ഫിഗറിൽ എസ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത വൺ ഓഫ് ദ പ്ലാനറ്റ് ആണ്. അനദർ പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മൾ എർത്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് പാരലാക്സ് മെത്തേഡ്. ഫസ്റ്റ് പ്ലാനറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എസ് ആൻഡ് ദ സെക്കൻഡ് പ്ലാനറ്റ് ഈസ് ദി എർത്ത്. രണ്ടാമത്തെ പ്ലാനറ്റ് എർത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് പ്ലാനറ്റിനെ നമ്മൾ എസ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. എന്തോ ആയിക്കോട്ടെ, ഏത് പ്ലാനറ്റും ആയിക്കോട്ടെ, നമ്മൾ അതിനെ എസ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ we have considered a planet S which is far away from Earth. Obviously നമുക്കറിയാം രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാനറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എസ് which is far away from the Earth. We can measure the distance between this far away planet S and the Earth by using parallax method. അപ്പോൾ ഈ എസ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഈ പ്ലാനറ്റും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് പാരലാക്സ് മെത്തേഡ് വഴി കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ ദാറ്റ് we have observed this planet from two different positions which is represented as A and B on Earth. അപ്പോൾ ഇത് പാരലാക്സ് മെത്തേഡ് വഴി നമുക്ക് ഈ രണ്ട് പ്ലാനറ്റ്സ് എർത്തും ഈ എസ് എന്ന് പറയുന്ന പ്ലാനറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷൻ, എർത്തിലെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനിൽ നിന്ന് ഈ പ്ലാനറ്റ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്തു. Okay, we have observed the planet S from the two different positions A and B on Earth and which is separated by a distance B. ഈ എ ആൻഡ് ബി എന്ന് പറയുന്നത്, എയും ബി എന്ന് ഈ ഫിഗറിൽ എ ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്ന രണ്ട് പൊസിഷൻസ് എന്ന് പറയുന്നത് ഒബ്സർവേറ്ററി പൊസിഷൻസ് ആണ്. ഒബ്സർവേറ്ററി പൊസിഷൻസ് അല്ലെങ്കിൽ ഒബ്സർവേറ്ററി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് നമ്മൾ ആ എസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ ഒബ്സർവ് ചെയ്യുന്നത്. സോ these 2 points are known as observatory points or observatory positions. A and B are the geometrically opposite observatory position. From these observatory positions we have observed the planet S. ഈ രണ്ട് ഒബ്സർവേറ്ററി പൊസിഷനിൽ നിന്ന് നമ്മൾ എസ് എന്ന് പറയുന്ന പ്ലാനറ്റ്സിനെ ഒബ്സർവ് ചെയ്യുക ബൈ യൂസിങ് സം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ജസ്റ്റ് ടെലസ്കോപ്പ്. ബൈ യൂസിങ് ടെലസ്കോപ്പ് നമുക്കറിയാം നമ്മൾ പ്ലാനറ്റ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർസിനെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ ടെലസ്കോപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ഈ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ ഈ എസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ സം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് എർത്തിലെ രണ്ട് ഒബ്സർവേറ്ററി പൊസിഷൻസ് ആണ്. ഈ രണ്ട് പൊസിഷൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എ ആൻഡ് ബി ആർ ദ ടു ഒബ്സർവേറ്ററി പൊസിഷൻ വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ബി. ആൻഡ് തീറ്റ റെപ്രസെൻറ്റ്സ് ആൻ ആംഗിൾ. ആംഗിളിനെയാണ് തീറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഒബ്സർവേറ്ററി പൊസിഷൻസ് ആൻഡ് ദ പ്ലാനറ്റ് എസ്. ഈ എസ് എന്ന് പറയുന്ന പ്ലാനറ്റും എ ബി എന്ന് പറയുന്ന രണ്ട് ഒബ്സർവേറ്ററി പൊസിഷനും ഇടയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. സോ തീറ്റ ഈസ് ദ ആംഗിൾ ഡെവലപ്പ് ബിറ്റ്വീൻ ദ ടു ഒബ്സർവേറ്ററി പൊസിഷൻ എ ആൻഡ് ബി ആൻഡ് ദ പ്ലാനറ്റ് എസ്. ഓക്കെ, ആൻഡ് ദിസ് ആംഗിൾ തീറ്റ ഈസ് നോൺ ആസ് പാരലാക്സ് ആംഗിൾ ഓർ പാരലക്റ്റിക് ആംഗിൾ. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് പാരലാക്സ് ആംഗിൾ ഓർ പാരലക്റ്റിക് ആംഗിൾ. അതായത് എർത്തിലെ രണ്ട് ഒബ്സർവേറ്ററി പൊസിഷൻസ്, ഈ പ്ലാനറ്റിനെ ഒബ്സർവ് ചെയ്യുന്ന എർത്തിലെ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനെയാണ് നമ്മൾ എ ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ എ ബി എന്ന് പറയുന്ന രണ്ട് പൊസിഷനും അതേപോലെ പ്ലാനറ്റ് എസിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്? തീറ്റ ഈസ് നോൺ ആസ്
parallax angle or parallactic angle. Okay. Then, as the planet is very far away, then the angle developed between the planet S and the two observatory position A and B is theta. This theta is very, very small. അതായത് ആംഗിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എർത്തിലെ രണ്ട് ഒബ്സർവേറ്ററി പൊസിഷൻസ് ആയ എയും ബിയും, എ ആൻഡ് ബി ആർ ദ ടു ഒബ്സർവേറ്ററി പൊസിഷൻസ് ഓൺ എർത്ത്. ഈ രണ്ട് ഒബ്സർവേറ്ററി പൊസിഷൻസിനും പ്ലാനറ്റ് എസിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന കാര്യമാണ്, പ്ലാനറ്റ് എസ് എന്ന് പറയുന്ന ഈ പ്ലാനറ്റും എർത്ത്, എ ബി എന്ന് പറയുന്ന എർത്തിലെ രണ്ട് പോയിന്റ്സ് ആണ്. അപ്പോൾ എർത്തും ഈ പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ 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 ലാർജാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്റ് എസിനും എർത്തിൻ്റെ രണ്ട് ഒബ്സർവേറ്ററി പൊസിഷൻസ് ആയ എ ആൻഡ് ബി എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് വളരെ വളരെ സ്മോൾ ആയിരിക്കും. ആസ് തീറ്റ ഈസ് വെരി സ്മോൾ ഡ്യൂ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ്സ് S and the two observatory position A and B on Earth is very very large. ഈ എസ് എന്ന് പറയുന്ന പ്ലാനറ്റിനും രണ്ട് ഒബ്സർവേറ്ററി പൊസിഷൻസ് ആയ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിൾ, ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയതുകൊണ്ട് ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ വാല്യൂ വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പൊസിഷൻസ് എ ആൻഡ് ദ എസ്, എ എന്ന് പറയുന്ന ഒബ്സർവേറ്ററി പോയിന്റ്സിനും പ്ലാനറ്റ് എസിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസും അതുപോലെ സെക്കൻഡ് ഒബ്സർവേറ്ററി പൊസിഷൻസ് ആയ ബിക്കും പ്ലാനറ്റ് എസിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പോൾ നമ്മളൊരു അസംഷൻ പറയാണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ് എസ് ആൻഡ് ദ ടു ഒബ്സർവേറ്ററി പൊസിഷൻസ് ആർ വെരി വെരി ലാർജ്. ഈ പ്ലാനറ്റ്സിനും രണ്ട് ഒബ്സർവേറ്ററി പൊസിഷനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് വളരെയധികം വലുതായതുകൊണ്ട് തന്നെ ഇതിനിടയിൽ പ്ലാനറ്റ്സിനും ഈ ഒബ്സർവേറ്ററി പൊസിഷൻസിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിൾ തീറ്റയുടെ വാല്യൂ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാണ് എന്താണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ഒബ്സർവേറ്ററി പൊസിഷൻ എ ആൻഡ് ദ പ്ലാനറ്റ് എസ് equal to the distance between the second observatory position B and the planet S. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ഫസ്റ്റ് ഒബ്സർവേറ്ററി പൊസിഷൻസ് ആയ എയുടെയും പ്ലാനറ്റ് എസിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസും സിമിലർലി സെക്കൻഡ് ഒബ്സർവേറ്ററി പൊസിഷൻസ് ആയ ബിക്കും പ്ലാനറ്റ് എസിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണ് എന്നൊരു അസംഷൻ നമ്മൾ എടുക്കാണ്. എന്തുകൊണ്ടാണ് അത് ഈക്വൽ ആണെന്ന് എടുക്കാൻ കാരണം, എസിനും പ്ലാനറ്റ്സിനും, അതായത് എസ് എന്ന് പറയുന്ന പ്ലാനറ്റിനും എർത്തിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. തീറ്റയുടെ വാല്യൂ വളരെ വളരെ ചെറുതാണ്. എന്തുകൊണ്ടാണ് തീറ്റയുടെ വാല്യൂ വളരെ വളരെ ചെറുതാവാൻ കാരണം, ഈ പ്ലാനറ്റ്സ് എസും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് എർത്ത് എന്ന് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എ ബി എന്ന് പറയുന്ന രണ്ട് പൊസിഷൻസ് ആണ്. ഈ എ ബി എന്ന് പറയുന്ന രണ്ട് പൊസിഷൻസും എസ് എന്ന് പറയുന്ന പ്ലാനറ്റിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് വളരെ വളരെ വലുതായതുകൊണ്ടാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത ആംഗിൾ തീറ്റ വളരെ ചെറുതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു, ഈ ഫസ്റ്റ് ഒബ്സർവേറ്ററി പൊസിഷൻ എക്കും പ്ലാനറ്റ് എസിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസും സെക്കൻഡ് ഒബ്സർവേറ്ററി പൊസിഷൻ ബിയും അതുപോലെ പ്ലാനറ്റ് എസിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസും സെയിം ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എ എസ് ഈക്വൽ ടു ബി എസ് ഈക്വൽ ടു നമ്മൾ ഡി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് ഒബ്സർവേറ്ററി പൊസിഷൻ എ ആൻഡ് ദ പ്ലാനറ്റ് എസ്, and D is also the distance between the second observatory position B and the planet S. ക്ലിയർ ആണോ? ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, രണ്ട് ഒബ്സർവേറ്ററി പൊസിഷനും പ്ലാനറ്റിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. എന്തുകൊണ്ടാണ്, ഈ പ്ലാനറ്റ്സിനും രണ്ട് ഒബ്സർവേറ്ററി പൊസിഷനും ഇടയിൽ വരുന്ന ആംഗിൾ തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് ഈ പ്ലാനറ്റിനും ഒബ്സർവേറ്ററി പൊസിഷനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് നമ്മൾ സെയിം ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എ എസ് ഇസ് ഈക്വൽ ടു ബി എസ്. ഈ രണ്ട് പ്ലാനറ്റ്സ് പോയിന്റ്സിനും പ്ലാനറ്റിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഡി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ എയിം എന്താണ്, ഈ പ്ലാനറ്റിനും എർത്തിനും തമ്മിൽ ഇൻ ബിറ്റ്വീൻ ദ പ്ലാനറ്റ് ആൻഡ് ദ എർത്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ പാരലാക്സ് മെത്തേഡ് ചൂസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് തീറ്റ ഈസ് നോൺ ആസ് പാരലാക്സ് ആംഗിൾ. ദെർഫോർ പാരലാക്സ് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഒബ്വിയസ്ലി നമ്മൾ പ്ലെയിൻ ആംഗിളിൻ്റെ കേസിൽ പഠിച്ചു. നോക്കൂ, തീറ്റ, അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീറ്റ ഈസ് ദ ആംഗിൾ. ഈ ആംഗിൾ തീറ്റയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലെയിൻ ആംഗിളിൻ്റെ കേസിൽ. ആ എക്സ്പ്രഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ആർക്ക് ലെങ്ത്. അപ്പോൾ തീറ്റയുടെ ആർക്ക് ലെങ്ത് ആയിട്ട് വരുന്നത് ഏതാണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ഇറ്റ് ഈസ് ദ ആർക്ക് ലെങ്ത്. ആൻഡ് റേഡിയസ് ഇതിനെ ഒരു നമുക്ക് ഒബ്വിയസ്ലി അറിയാം
അപ്പോൾ എക്സാമ്പിൾ എസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ദാറ്റ് പ്ലാനറ്റ് ഒരു സൺ ആണെന്ന് വിചാരിച്ചോളൂ. ആ ഒരു പ്ലാനറ്റ് പെർട്ടിക്കുലർ പ്ലാനറ്റ് എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്ത പെർട്ടിക്കുലർ പ്ലാനറ്റ് സൺ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നതാണ്, എർത്ത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത്? ഒരു സർക്കുലർ പാത്തിൽ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ എർത്ത് എയും ബിയും എർത്തിലെ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷൻസ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോർഷനാണ്. ഇതിനെ നമ്മളൊരു സർക്കുലർ ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ റേഡിയസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. എസ് എന്ന് പറയുന്ന പ്ലാനറ്റ് നമ്മൾ സണ്ണായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കുലർ ഒരു എലിപ്റ്റിക്കൽ പാത്ത് അല്ലെങ്കിൽ സർക്കുലർ പാത്തിലാണ് റിവോൾവ് ചെയ്യണത് അസ്യൂം ചെയ്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആ സർക്കുലർ പാത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ടാണ് വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊരു സർക്കുലർ പാത്താണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എ തൊട്ട് എസ് വരെയുള്ള ഡിസ്റ്റൻസും ബി തൊട്ട് എസ് വരെയുള്ള ഡിസ്റ്റൻസും അത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആ ഒരു സർക്കുലർ പാത്തിൻ്റെ റേഡിയസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ പാരലാക്റ്റിക് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ ആർക്ക് ലെങ്ത് ആയിട്ട് വരുന്നത് ഏതാണ്? എ ബി ആണ് ആർക്ക് ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഡി. Therefore parallax angle theta is equal to arc length by radius. In mathematically that is theta is equal to arc length എന്ന് പറഞ്ഞാൽ a തൊട്ട് the distance between a and b which is represented by small letter b, that is b divided by radius. Radius എന്ന് പറഞ്ഞാൽ capital letter B, that is theta is equal to b by d. Here theta represents parallactic angle or parallax angle and b is the distance between the two observatory positions and capital letter D represents the radius അല്ലെങ്കിൽ the distance between the planet and the observatory positions. ഇനി നമ്മുടെ എയിം എന്താണ്? പാരലാക്സ് ആംഗിൾ അല്ല നമ്മുടെ എയിം. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ് ആൻഡ് ദ എർത്ത്. എർത്തിനും പ്ലാനറ്റിനും ഇടയിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലെ ക്യാപിറ്റൽ ലെറ്റർ ഡി എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആ പ്ലാനറ്റിനും എർത്തിനും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ഡി. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഡിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുകൂടെ? അപ്പോൾ ഡിയെ മാത്രം ഒരു സൈഡിൽ നിർത്തുക. ഡി എന്ന് പറയുന്ന ഈ ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണെങ്കിൽ എന്താണ് വരിക? ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ് ആൻഡ് ദ എർത്ത്. സ്മോൾ ലെറ്റർ ബി റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഒബ്സർവേറ്ററി പൊസിഷൻ. തീറ്റ ഈസ് ദി പാരലാക്സ് ആംഗിൾ. ദാറ്റ് മീൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി planet S and the two observatory positions A and B on the earth. Okay, അപ്പോൾ ആംഗിൾ ഡിസ്റ്റൻസ് അതായത് പ്ലാനറ്റ്സിനും രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷനാണ് ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ. ഹിയർ ഡി റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലാനറ്റ്സ്, ബി ഈസ് ദി distance between the two observatory positions on earth and theta represents the parallax angle. Okay.